അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദു ഫഇന്ന അസ്ദഖൽ കിതാബി കിതാബുല്ലാഹ് വഖൈറസ് സുനനി സുനനു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വശറൽ ഉമൂരി മുഹദസാത്തുഹാ വകുല്ല മുഹദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ദലാല. യാ അയ്യുഹല്ലദീന ആമനൂ ഉസീകും അവ്വലൻ ബിത്തഖ്വല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഇന്നമാ ഹറമ റബ്ബിയൽ ഫവാഹിഷ മാ ലഹറ മിൻഹാ വമാ ബത്തൻ വൽ ഇസ്മ വൽ ബഗയ ബിഗൈരിൽ ഹഖ് വഅൻ തുശ്രികൂ ബില്ലാഹി മാ ലം യുനസ്സിൽ ബിഹി സുൽത്താന വഅൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ. അല്ലാഹുവിൻ്റെ അടിമകളായ സഹോദരങ്ങൾ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആദ്യമേ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അപ്രകാരം ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ വിജയം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയങ്ങൾ അഥവാ മനസ്സുകൾ നിർമ്മലമാവുക എന്നതാണ്. ഒരാളുടെ മനസ്സും ഹൃദയവുമൊക്കെ എത്ര കണ്ട് നന്നായിട്ടുണ്ട് എന്ന് അറിയാൻ സാധിക്കുക അയാൾക്ക് മാത്രമാണ്. ആ പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്കും നിങ്ങൾക്കും നമ്മെ നല്ലപോലെ വിലയിരുത്താൻ സാധിക്കുമെന്ന്. നമ്മൾ എത്ര കണ്ട് പെർഫെക്റ്റാണ്, എത്ര കണ്ട് നമ്മൾ ഇനിയും മാറേണ്ടിയിരിക്കുന്നു എന്നത് നമ്മളെക്കാൾ നന്നായിട്ടറിയാവുന്ന ഒരാളും ലോകത്തില്ല. എന്നാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ വിശുദ്ധി അത് നമ്മുടെ പ്രവർത്തനങ്ങളിൽ പ്രതിബിംബിക്കുമെന്നുള്ളതാണ്. ഒരർത്ഥത്തിൽ നമ്മുടെ മനസ്സിൻ്റെ ഭാഷയും ശബ്ദവുമാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ. അപ്പോൾ ആൾ എങ്ങനെയാണ് എന്നത് അയാളുടെ പ്രവർത്തനങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളുടെയും ഒന്നാമതായി സ്ഥാനം പിടിച്ചിട്ടുള്ള ഹദീസ് അതാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. എല്ലാ പ്രവർത്തനങ്ങളും ഉദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമെന്നതാണ് ആ വചനത്തിലൂടെ അള്ളാഹുവിൻ്റെ റസൂല് നമ്മളോട് അറിയിക്കുന്നത്. ഒരാളുടെ ഉദ്ദേശം എപ്പോഴാണ് നന്നാവുന്നത്? ആൾ നല്ല ബുദ്ധിമാനാണ്, നല്ല തൻ്റേടിയാണ്, അതുകൊണ്ട് ഉദ്ദേശം നന്നായിക്കൊള്ളുന്നില്ല. ഒരാളുടെ ഉദ്ദേശം നന്നാവണമെങ്കിൽ അയാൾ ഉൾക്കൊണ്ട വിശ്വാസത്തിൽ എത്ര കണ്ട് ഉറപ്പ് അയാൾക്കുണ്ട്, അയാളുടെ മനസ്സിൽ എത്ര കണ്ട് അള്ളാഹുവിനെ ഉൾക്കൊള്ളാൻ അയാൾക്ക് സാധിച്ചിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങളാണ് ഒരാളുടെ പ്രവർത്തനത്തെ നന്നാക്കി തീർക്കുക. അതുകൊണ്ട് നിരന്തരമായി നമ്മൾ എത്ര ക്ലാസ് കേട്ടിട്ടും അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഇടപെട്ടിട്ടും കാര്യമില്ല. നമ്മുടെ മനസ്സുകൾ എത്ര കണ്ട് നന്മയോട് ആഭിമുഖ്യമുള്ളവരായി തീർക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നൊരു പരിശോധന നിരന്തരമായി ആവശ്യമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്താണ് മതത്തിൽ വിരോധിക്കപ്പെട്ടത് എന്ന ചോദ്യത്തിൻ്റെ മറുപടിയായിക്കൊണ്ട് അള്ളാഹു അവതരിപ്പിച്ച വചനമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കേൾപ്പിച്ചത്. എന്താണ് പടച്ചോൻ നിങ്ങളോട് വിരോധിക്കുന്നത്?
ഖുർആനിലെ 7-ാമത്തെ അധ്യായം സൂറ അറാഫിലെ 33-ാമത്തെ വചനത്തിലൂടെ നമുക്കതിങ്ങനെ വായിക്കാം. കുൽ, പറയുക പ്രവാചകരെ, ഇന്നമാ ഹറമ റബ്ബിയൽ ഫവാഹിഷ മാ ലഹറ മിൻഹ വമാ ബത്തൻ. നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളോട് വിലക്കുന്നത്, വിരോധിക്കുന്നത് പ്രത്യക്ഷവും പരോക്ഷവുമായിട്ടുള്ള എല്ലാ നീചവൃത്തികളുമാണ്. ആളുകൾ കാണുമ്പോൾ മാത്രമല്ല, കാണാത്ത സമയത്തും നീചമായ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുക എന്നതാണ് ഒന്നാമതായി അള്ളാഹു ഇവിടെ പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞത് വൽ ഇസ്മ, അതേപോലെ തന്നെ അധർമ്മം പാപമാണ്. വൽ ബഗിയ, കയ്യേറ്റം, ബിഗൈരിൽ ഹഖ്, യാതൊരു യാഥാർത്ഥ്യവുമില്ലാതെ, സത്യമില്ലാതെ. വ അൻ തുശ്രികു ബില്ലാഹി മാ ലം യുനസ്സിൽ ബിഹി സുൽത്താന, ഒരു പ്രമാണവുമില്ലാതെ പടച്ചവന്റെ പേരിൽ നിങ്ങൾ അള്ളാഹുവിൽ പങ്കുചേർക്കലാണ് മറ്റൊരു സംഗതി എന്ന് പറയുന്നത്. വ അൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ, അള്ളാഹുവിനെ പറ്റി നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തത് പടച്ചവന്റെ പേരിൽ പറയാം. അത് അള്ളാഹ് പറഞ്ഞേക്കുന്നതാണ്, പ്രവാചകന്റെ കൽപ്പനയാണ് എന്നൊക്കെ നിങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് മതവിധികളായി പറയാം. ഇതൊക്കെ അള്ളാഹ് വിരോധിക്കുകയാണ്. 5 കാര്യങ്ങൾ ആ വചനത്തിലൂടെ അള്ളാഹു നമ്മളോട് വിരോധിച്ചതായി പറയുന്നു. ആ വചനത്തിന് പ്രത്യേകതയുണ്ട്. അതിലാദ്യമേ പറഞ്ഞിട്ടുള്ളതൊക്കെയും വ്യക്തികളായ നമ്മൾ തമ്മിലുള്ള സംസർഗങ്ങളിൽ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടുന്ന മര്യാദകളാണ്. അള്ളാഹു മാന്യനാണ്. ഇന്നല്ലാഹ ഹയ്യുൻ കരീമുൻ, അള്ളാഹു ലജ്ജയുള്ളവനും വളരെ മാന്യനുമാണ്. അതുകൊണ്ട് മാന്യതയ്ക്ക് നിരക്കാത്ത ഒരു പണിയും അള്ളാഹു വച്ചു പുറപ്പിക്കുകയില്ല. അത് നമ്മൾ മുസ്ലിങ്ങളായി എന്നതുകൊണ്ട് മാന്യതയ്ക്ക് നിരക്കാത്തൊരു കർമ്മത്തെ സാധൂകരിക്കപ്പെടുന്ന പ്രശ്നമില്ല. പ്രത്യക്ഷവും പരോക്ഷവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും, നീചമായ കാര്യങ്ങളെ അള്ളാഹു വിരോധിച്ചിരിക്കുന്നു. വളരെ സ്ട്രൈറ്റാണ് പടച്ചവന്റെ വർത്തമാനം. അവിടെ വക്രതയില്ല. എനിക്കത് മനസ്സിലായില്ല ആ പറഞ്ഞത് എന്ന് തോന്നേണ്ട ഒരു കാര്യമില്ല. നീചം എന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യം തെറ്റിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. നിന്റെ മനസ്സിൽ ചൊറിച്ചിലുണ്ടാക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞൊരു വാക്കാണ്. മനസ്സിനെങ്ങനെ ചൊറിയാം? മനസ്സിന് ചൊറിയുമ്പോൾ നമ്മൾ കോലും കൊഴിയിട്ട് മാന്തല്ലല്ലോ. നിങ്ങൾക്കൊരു അലോസരം ഉണ്ടാകാം. ചെയ്ത് തെറ്റായിപ്പോയി നിങ്ങൾക്ക് തന്നെ അറിയാം. നിങ്ങൾ നിങ്ങളുടെ കൈവേറിൽ കടിച്ച് കുടയാം. ഇതൊക്കെ ഉണ്ടാകുന്ന പണി അത് പ്രത്യക്ഷമായാലും പരോക്ഷമായാലും രണ്ടും അള്ളാഹു വിരോധിക്കുന്നു. വളരെ ഭംഗിയായി തന്നെ ആ വചനത്തിലൂടെ അള്ളാഹു വിരോധിച്ച കാര്യങ്ങളെ എണ്ണിപ്പറഞ്ഞു. അതേപോലെ തന്നെ പറഞ്ഞു അധർമ്മവും അതേപോലെ തന്നെ ന്യായം കൂടാതെയുള്ള കയ്യേറ്റങ്ങളും. ഒരു മനുഷ്യന്റെ മേലെ നിങ്ങൾ അതിക്രമം പ്രവർത്തിക്കുക, അയാൾ നിങ്ങളോടെന്തെങ്കിലും അതിക്രമം ചെയ്തതിൻ്റെ പേരിലല്ല, അയാളേക്കാൾ ശക്തിയും കഴിവും നിങ്ങൾക്കുണ്ട് എന്നുള്ള ആ ഒരു തെറ്റായ ധാരണയുടെ പേരിലാണ് നിങ്ങൾ ഒരാളുടെ മെക്കെട്ടേക്ക് കയറുന്നത് എങ്കിൽ ആ കാര്യങ്ങളൊക്കെ അള്ളാഹ് വിരോധിച്ചിരിക്കുന്നു. പിന്നീട് 4-മതായി പറഞ്ഞത് അള്ളാഹുവിൻ്റെ വക്കൽ, അള്ളാഹുവിൻ്റെ മേൽ യാതൊരു പ്രമാണവുമില്ലാതെ തന്നെ, ഒരു ന്യായവുമില്ലാതെ അള്ളാഹുവിൽ പങ്കുചേർക്കുക. 5-മതായി പറഞ്ഞത് പറയാത്ത കാര്യങ്ങൾ, അള്ളാഹ് പറയാത്ത കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ മേൽ നിങ്ങൾക്കറിവില്ലാത്തത് നിങ്ങൾ ആരോപിക്കുക. ഈ 5 കാര്യങ്ങളും വളരെ ഗൗരവമായി ഓരോ വിശ്വാസികളും ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു, അയ്യുൽ നാസി അഫ്ളൽ, മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ശ്രേഷ്ഠനായ മനുഷ്യൻ ആരാണ്? ചോദ്യം വളരെ വ്യക്തമാണ്. നല്ല ആൾ ആരാണെന്നാണ് അറിയേണ്ടത് ചോദ്യകർത്താവിന്. അള്ളാഹുവിൻ്റെ റസൂല് പറയാം, കുല്ലു മഹ്മൂമുൽ കൽബി, ആരുടെയൊക്കെ ഹൃദയങ്ങളാണോ കുറ്റമറ്റ ഹൃദയമുള്ളത്, സുദൂഖുൽ ലിസാൻ, അതേപോലെ സത്യം പറയുന്ന നാവ് ആരുടേതാണോ, ഈ 2 ക്വാളിറ്റി ഉള്ള ആൾക്കാർ നല്ല മനുഷ്യന്മാരാണ്. 2 വളരെ വ്യക്തമാണ്, കെട്ടിക്കൊടുക്കില്ല.
മനസ്സ് വൃത്തിയുള്ളതാവുക. രണ്ടാമത് പറഞ്ഞത് നാവ് സത്യം പറയുക. ഈ രണ്ട് ക്വാളിറ്റി, ഈ രണ്ട് ഗുണങ്ങൾ ജീവിതത്തിൽ ആർക്ക് പാലിക്കാൻ കഴിയുന്നുണ്ടോ അവൻ മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവനാണെന്നാണ് ആദരവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുന്നത്. പ്രവാചകനെ ചോദ്യകർത്താവ് വിടുന്നില്ല. അവർ ചോദിക്കുകയാണ്, സുദൂഖുൽ ലിസാനി നഅരിഫു, സത്യം പറയുന്ന നാവ് നമുക്ക് മനസ്സിലായി. ഫമാ മഹ്മൂമുൽ കൽബ്, എന്നാൽ വൃത്തിയുള്ള മനസ്സ് എന്ന് പറഞ്ഞത്, വൃത്തിയുള്ള ഹൃദയം എന്ന് പറഞ്ഞത് അത് മനസ്സിലായില്ല പ്രവാചകരെ, എന്താണത് എന്ന് പ്രവാചകനോട് വീണ്ടും ചോദിക്കുകയാണ്. ഒരു ഉപചോദ്യം. അള്ളാഹുവിൻ്റെ റസൂൽ അതിന് പറഞ്ഞ മറുപടി ഹുവ തഖിയ്യുൻ, അവൻ സൂക്ഷ്മതയുള്ളവനാണ്. അന്നഖിയ്യുൻ, മനസ്സ് വൃത്തിയുള്ളവനാണ്. ലാ ഇസ്മഹി, അതിലൊരു പാപവുമില്ല. വലാ ബഗിയ വലാ ഇല്ല വലാ ഹസദ, അവിടെ പകയില്ല, വിദ്വേഷമില്ല, അസൂയയില്ല. ആലോചിച്ച് നോക്കൂ, ഒരാൾക്ക് നന്നാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രവാചകനോട് ചോദിക്കുകയാണ്. ആ ചോദ്യത്തിന് പ്രവാചകൻ കൊടുക്കുന്ന മറുപടി വളച്ചുകെട്ടില്ലാത്ത വണ്ണം ചോദ്യകർത്താവിന് എപ്പോൾ വേണമെങ്കിലും നന്നാവാൻ പറ്റുന്ന വിധം പ്രവാചകൻ പറഞ്ഞു കൊടുക്കാം. നിന്റെ മനസ്സിൽ നിന്ന് നീ എന്ത് കളയണം? നിന്റെ മനസ്സിൽ നിന്ന് നീ പകയെ കളയണം, വിദ്വേഷം കളയണം, അസൂയ കളയണം. ഇതൊക്കെ സഹോദരങ്ങളെ മറ്റുള്ള മനുഷ്യരുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ കാത്തു സൂക്ഷിക്കുന്ന കാര്യങ്ങളാണ്. ഈ സംഗതികളൊക്കെ നിങ്ങൾ കാത്തു സൂക്ഷിക്കുമ്പോഴാണ് നിങ്ങൾ മനുഷ്യരിൽ കൊള്ളാവുന്നവരാവുക. എങ്ങനെയുണ്ട് ഉത്തരം? വളരെ വളരെ എളുപ്പമാണ് ചെയ്യാൻ. നമ്മൾ വിചാരിച്ചാൽ, ഞാൻ ഇന്ന് വിചാരിച്ചാൽ എനിക്ക് ഈ നിമിഷം മുതൽ ഏറ്റവും നല്ല മനുഷ്യനായി തീരാൻ കഴിയും എന്നതാണ് ആ ചോദ്യങ്ങളുടെ എല്ലാത്തിൻ്റെയും ഉത്തരത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നോക്കൂ നിങ്ങൾ, പുള്ളിപ്പുലിയുടെ പുള്ളി അതിന് മറച്ചു പിടിക്കാൻ കഴിയില്ല എന്നതുപോലെ ദുഷിച്ച മനസ്സുള്ള മനുഷ്യന്റെ ദുർവാസനകൾ അയാൾക്ക് ഒളിപ്പിക്കാൻ കഴിയില്ല. അത് പള്ളിയിലാണ് എങ്കിലും, അങ്ങാടിയിലാണ് എങ്കിലും, മനുഷ്യർ തിങ്ങിപ്പാർക്കുന്ന എവിടെയാണ് എങ്കിലും അയാളിൽ നിന്ന് ഈ സമൂഹത്തിന് ആസ്വദിക്കേണ്ടി വരുന്നത് ദുർവാസനകളായിരിക്കും. അയാളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് പുറത്തേക്ക് ചാടുന്നത് അങ്ങനെയുള്ള ശീലങ്ങളായിരിക്കും. അതുകൊണ്ട് നന്നാകണം എന്ന് ആഗ്രഹിക്കുന്ന ആള് ആദ്യം ചെയ്യേണ്ടത് അവന്റെ മനസ്സിനെ നന്നാക്കുക എന്നതാണ്. അവിടെ ഈ മേൽപ്പറഞ്ഞ എല്ലാ ദുർവാസനകളെയും കഴുകി കൊടുക്കാൻ തയ്യാറായിക്കൊള്ളണം. നോക്കൂ നിങ്ങൾ, ഖുറാനിലെ 70-ാമത്തെ അധ്യായം സൂറ മആരിജ്, അതിലെ 19 മുതൽ 23 വരെയുള്ള വചനങ്ങൾ. ആ വചനങ്ങളിലൂടെ അള്ളാഹു പറയാ, ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂഅ, മനുഷ്യനെ തീർച്ചയായും നാം സൃഷ്ടിച്ചിരിക്കുന്നത് അക്ഷമനായിക്കൊണ്ടാണ്. ഒരു കാര്യത്തിലും ഒരു ക്ഷമയില്ല. അത് നമ്മുടെ എല്ലാവരുടെയും കൂടപ്പുറപ്പാണല്ലോ. രാവിലെ നമ്മൾ ഒരു യാത്രക്കൊരുങ്ങിയാൽ നിശ്ചയിച്ച സമയത്ത് ആ വണ്ടി കണ്ടില്ലെങ്കിൽ നമ്മൾ വല്ലാതെ അപ്സെറ്റ് ആവും. നമ്മൾ ടിക്കറ്റ് എടുക്കാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയാൽ നീണ്ട ക്യൂ ആണെങ്കിൽ അപ്പോൾ തന്നെ നമ്മുടെ മനസ്സൊക്കെ വല്ലാത്തൊരു അവസ്ഥയിലൊക്കെ ആവും. ഇനി നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് ഉദ്ദേശിച്ചു പോയാൽ ആ ചെയ്യേണ്ട കാര്യങ്ങൾ, നടക്കേണ്ട കാര്യം നടക്കാൻ ഒരല്പസമയം ഡിലേ ആയി പോയാൽ നമ്മൾ ആകെ അപ്സെറ്റ് ആവും. ഇതൊക്കെ മനുഷ്യരുടെ ഒരു പൊതുവായ സ്വഭാവമാണ്. അത് തന്നെയാണ് അള്ളാഹു പറഞ്ഞത്, അക്ഷമനായിക്കൊണ്ടാണ് മനുഷ്യനെ നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതാ മസ്സഹു ഷർറു ജസൂഅ, ഇനി ഏതെങ്കിലും ഒരു തിന്മ അവനെ ബാധിച്ചാൽ ആ തിന്മയിൽ അവൻ പൊറുതികേട് കാണിക്കും. ഇതിന്ന് നീങ്ങിപ്പോകുമെന്നോ അല്ലെങ്കിൽ എക്കാലത്ത് ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നൊന്നുമുള്ള പക്വതയാർന്ന സമീപനം ഉൾക്കൊള്ളാൻ അയാൾക്ക് സാധിക്കുകയില്ല. അയാൾ പൊറുതികേട് കാണിച്ചുകൊണ്ടിരിക്കും. തന്നിലേക്ക് ബാധിച്ചിരിക്കുന്ന ദോഷങ്ങളെ, അപകടമാകാം, മറ്റേതെങ്കിലും നിലക്കുള്ള തിക്തമായ അനുഭവങ്ങളാകാം, ഏതെങ്കിലും നിലക്കുള്ള കെടുതികളാകാം, അങ്ങനെ പലതുമാകാം. അവന് പ്രയാസകരമെന്ന് തോന്നുന്ന ഏതൊരു അനുഭവം ഉണ്ടായാലും ഉടനെ അയാൾ പൊറുതികേട് കാണിക്കും. അതേ മനുഷ്യന്റെ മറ്റൊരു സ്വഭാവം പറയാം, വൈദാ മസ്സഉൽ ഖൈറു മനൂഅ, നന്മ കിട്ടിയാൽ മറ്റുള്ളവർക്കത് കിട്ടാതിരിക്കട്ടെ എന്ന് കരുതി തടയും. എനിക്ക് ലഭിച്ചു കാര്യങ്ങളൊക്കെ, എനിക്ക് നിങ്ങൾക്കും ആയിക്കൊള്ളട്ടെ എന്ന് ചിന്തിക്കുന്ന വിശാലതയ്ക്ക് പുറമെ ഇയാൾ മറ്റുള്ളവരുടെ നന്മകളെ തടഞ്ഞു വയ്ക്കുമെന്നാണ് പറഞ്ഞത്. എന്തൊരു ദ്രോഹകരമായ,
എന്തൊരു മോശമായ സ്വഭാവമാണ് പറഞ്ഞതൊക്കെ. എന്നിട്ട് അള്ളാഹ് പറഞ്ഞ വാക്കുണ്ട് കേട്ടോ, ഇല്ലൽ മുസല്ലീൻ, നിസ്കരിക്കണവർ ഇങ്ങനെയല്ല കേട്ടോ, നമസ്കരിക്കുന്നവർ ഈ പറഞ്ഞതിൽ നിന്ന് ഒഴിവാണ്. അപ്പൊ അസംസ്കൃതനായ ഒരു മനുഷ്യനെ അള്ളാഹു നമസ്കാരത്തിലൂടെ സംസ്കരിക്കുകയാണ്. നമ്മളുടെയൊക്കെ ശീലം എന്ന് പറഞ്ഞാൽ നമ്മൾ നിസ്കാരം ഒരു വഴിക്കുണ്ട്, ഈ പറഞ്ഞ മോശമായ സ്വഭാവങ്ങൾ വേറൊരു വഴിക്കുണ്ട്. ഇത് രണ്ടും കൂടി എടുത്തു പിടിച്ചിരിക്കുക. നമ്മൾ നിസ്കാരം നമ്മൾ വളരെ വൃത്തിയായി നമ്മൾ ചെയ്യുന്നു, ആ കാര്യങ്ങളൊക്കെ കണിശമായി തന്നെ നമ്മൾ പാലിക്കുന്നു. ഒഴിവായി പോകണമെന്ന് അള്ളാഹു നിർദ്ദേശിച്ച സ്വഭാവ ദൂഷ്യങ്ങളൊക്കെ ഒന്നും വിട്ടുകളയാതെ തൻ്റേതാണ് എന്ന രീതിയിൽ നമ്മൾ കൊണ്ടു നടക്കുകയും ചെയ്യുന്നു. ഈ രണ്ടും കൂടി ഒത്തുപോകില്ല എന്നുള്ളതാണ്. നിങ്ങൾ നന്നാവണോ വേണ്ടെന്നുള്ളത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്, അത് നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് അള്ളാഹു പറഞ്ഞു കഴിഞ്ഞു, ഈ ദുസ്വഭാവങ്ങൾ ജീവിതത്തിൽ നിന്ന് വലിച്ചെറിയപ്പെടാത്തൊരു ഘട്ടത്തിലോളം മനുഷ്യരിൽ ഒരാൾ പോലും സംസ്കരിക്കപ്പെടുകയോ അല്ലെങ്കിൽ നന്നായി തീരുകയോ ചെയ്യുകയില്ല. നമ്മൾ നന്നാകണം എന്നാഗ്രഹിക്കുന്നിടത്ത് പരമപ്രധാനമായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സുകൾ നന്നാവുക എന്നതാണ്. ആ മനസ്സുകൾ നന്നാവുക എന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞത് മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധമാണ്. ഈ പറഞ്ഞ ഹദീസിലും ഈ പറഞ്ഞ ആയത്തുകളിലൊക്കെയും നമ്മൾ വിശദീകരിച്ചിട്ടുള്ളത് ജനങ്ങളുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് അതൊക്കെയും ഭംഗിയാക്കി വയ്ക്കാൻ, അവിടെയൊന്നും ഒരു പകയും വിദ്വേഷവും ഞാൻ എൻ്റെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നില്ല എന്ന് പറയാൻ, അങ്ങനെ സ്വന്തത്തെ ഓർമ്മപ്പെടുത്താൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ പ്രവാചകൻ പറയാം, പൂർവികരായ ആളുകൾക്ക് ഉണ്ടായിട്ടുള്ള 2 അസുഖങ്ങൾ അത് നിങ്ങളിലേക്ക് പകർന്നിരിക്കുന്നു. പ്രവാചകന്റെ ആ പദപ്രയോഗം ഒന്ന് ആലോചിച്ച് നോക്കുക. ദബ്ബ ഇലൈക്കും ദാഉൽ ഉമമി ഖബലക്കും, നിങ്ങളുടെ മുൻപ് കഴിഞ്ഞുപോയ സമൂഹത്തിനുണ്ടായിരുന്ന 2 അസുഖങ്ങൾ അത് നിങ്ങളിലേക്ക് പകർന്നിരിക്കുന്നു. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂല് പറയാ, അൽ ഹസദു വൽ ബഗ്ളാഉ, ഒന്ന് അസൂയയാണ് എങ്കിൽ മറ്റൊന്ന് കോപമാണ്. ഇത് രണ്ടും നമ്മൾ കൈയൊഴിയാതെ കൊണ്ടു നടക്കുക. പ്രവാചകൻ പറഞ്ഞു, ഹിയൽ ഹാലിക്ക, അത് മുഡ്ഡനം ചെയ്തു കളയും. ലാ അഖൂലു തഹ്ലിക്കു ശഅറ, തല മുണ്ടനം ചെയ്യുന്നതിനെ സംബന്ധിച്ചല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്. പ്രവാചകൻ പറയാം, വലാക്കിൻ തഹ്ലിക്കു ദീൻ, മതത്തെ തന്നെ. ഈ 2 ദുസ്വഭാവങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നവരാണ് എങ്കിൽ നിങ്ങളുടെ ദീൻ തല മൊട്ടയടിക്കണ പോലെ മുണ്ടനം ചെയ്യപ്പെടുമെന്ന് പ്രവാചകൻ പറയുന്നു. വല്ലദീ നഫ്സി ബിയദി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ലാ തദ്ഖുലുൽ ജന്നത്ത ഹത്താ തുഅ്മിനു, വിശ്വാസികളാകാതെ നിങ്ങൾ ഒരാളും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. വലാ തുഅ്മിനു ഹത്താ തഹാബ്ബു, പരസ്പരം നിങ്ങൾ ഇഷ്ടപ്പെടുവോളം നിങ്ങൾ ഒരാളും വിശ്വാസികളുമാവുകയില്ല. അഫലാ ഉനബ്ബിഉക്കും ബിമാ യുസബ്ബിതു ലക്കും, നിങ്ങളുടെ വിശ്വാസത്തെ രൂഢമൂലമാകാൻ, പരസ്പര സ്നേഹത്തെ ഊട്ടിയുറപ്പിക്കാൻ ഞാനൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അഫ്ശുസ് സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള സമാധാനം ആശംസിക്കുക, സലാം പറയുക. നമ്മളൊക്കെ സലാം പറയുന്നുണ്ട്, പക്ഷെ അതേ ഈ അർത്ഥത്തിലുള്ളൊരു സലാം ആകുന്നുണ്ടോ? നിങ്ങളോടുള്ള വെറുപ്പും വിദ്വേഷമൊക്കെ എൻ്റെ മനസ്സിൽ വെച്ചിട്ട് നമ്മൾ പറയുന്നുണ്ട് അസ്സലാമു അലൈക്കും എന്നുള്ളത്, നിങ്ങൾ തിരിച്ചു മറുപടിയും പറയുന്നുണ്ട്. പക്ഷെ മനസ്സിൽ നിന്ന് ഇതൊന്നും ഇറക്കി വയ്ക്കാതെ നിങ്ങളുടെ ദീൻ നിങ്ങൾക്ക് തലമൊട്ടയടിച്ച പോലെ ആയിരിക്കും അനുഭവപ്പെടുക എന്നതാണ് പ്രവാചകൻ വളരെ വ്യക്തമായി ഏത് കണ്ണുപൊട്ടനും മനസ്സിലാക്കാവുന്ന രീതിയിൽ പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് നന്നാവണമെന്ന് തീരുമാനിച്ചാൽ ആദ്യം ചെയ്യേണ്ടത് അവനവൻ്റെ മനസ്സുകളിലുള്ള ഇത്തരം ദുഷ്ചിന്തകൾ ഒഴിവാക്കുക എന്നതാണ്. അസൂയയെ സംബന്ധിച്ച് പ്രവാചകൻ വീണ്ടും ചില വചനങ്ങളിലൂടെ ഉപദേശിക്കുകയാണ്. ഇത്തക്കിന്നാർ, നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണം, തീയിനെ സൂക്ഷിക്കണം. ആ തീയിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മനുഷ്യൻ സമ്പാദിച്ചു വച്ച സമ്പാദ്യങ്ങളെയൊക്കെയും
നിമിഷ നേരങ്ങൾ കൊണ്ട് വെണ്ണീറാക്കാൻ ഒരു തീക്ക് സാധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് തീയിനെ നിങ്ങൾ സൂക്ഷിക്കണം. തീ വിറക് തിന്നുന്നത് പോലെ, അതേപോലെ അസൂയ നിങ്ങളുടെ നന്മകളെ തിന്നുകളയും. പ്രവാചകൻ അവിടെ തീയിനെ പറഞ്ഞത് അസൂയയിലേക്ക് ചേർത്തുകൊണ്ടാണ്. നമ്മുടെ കമ്പനിക്ക് തീ പിടിച്ചാൽ ഉണ്ടാകുന്ന ദുരന്തം നമുക്കറിയാം. നമ്മുടെ വീടിന് തീ പിടിച്ചാൽ ഉണ്ടാകുന്ന ദുരന്തം അറിയാം. എങ്കിൽ അതേപോലൊരു തീ നമുക്ക് പിടിച്ചാൽ നമ്മുടെ സകല നന്മകളെയും അത് തിന്നുകളയും എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ അറിയിച്ചത് ഈ അസൂയയെ സംബന്ധിച്ചാണ്. സഹോദരങ്ങളെ ആലോചിച്ചു നോക്കേണ്ടതുണ്ട്. എന്താണ് ഈ പറഞ്ഞത്? പറഞ്ഞ അസൂയ എന്താണെന്ന് മനസ്സിലാകാൻ പെടാതെ പോകാൻ പാടില്ല. വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരാളുടെ ഏതെങ്കിലും ഒരു നന്മ നീങ്ങിക്കാണണമെന്നുള്ള നിങ്ങളുടെ ആഗ്രഹമാണ് ഈ പറഞ്ഞത്. വളരെ വ്യക്തമായി പറയുമ്പോൾ അങ്ങനെയാണത് മനസ്സിലാക്കുക. നിങ്ങളുടെ ഒരു നന്മ നീങ്ങിക്കാണണമെന്ന് ആഗ്രഹിക്കുക. അത് സാമ്പത്തികമായ അഭിവൃദ്ധിയാകാം, ഭൗതികമായ മറ്റേതെങ്കിലും നേട്ടവും മേന്മയുമാകാം, മറ്റു പലതുമാകാം. ആ നന്മകൾ നിങ്ങളിൽ നീങ്ങിക്കാണാനുള്ള നമ്മുടെ ആഗ്രഹത്തെയാണ് നമ്മൾ അസൂയ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു വിശ്വാസിയോടും വച്ചു പുലർത്തരുത് എന്നതാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ തൻ്റെ മേൽ എത്രമേൽ ഇത്തരം ദുരന്തങ്ങളെ ഭയപ്പെട്ടിരുന്നുവെന്ന് ആ ചെറിയ പ്രാർത്ഥനയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹുമ്മ വസ്ലുൽ സഹീമത്ത കൽബി, പ്രവാചകൻ പറയാം, വസ്ലുൽ സഹീമത്ത കൽബി, അള്ളാഹുവെ എൻ്റെ ഹൃദയത്തിൽ നിന്ന് പകയെ നീ നീക്കിത്തരയണമേ. പ്രവാചകനോട് ഉപദ്രവിച്ച ആളുകളുണ്ട്, കഷ്ടപ്പെടുത്തിയ ആളുകളുണ്ട്. ആദർശ പ്രബോധന രംഗത്തൊക്കെ ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ ഏൽപ്പിച്ച ആളുകളുണ്ട്. പക്ഷെ പ്രവാചകൻ അള്ളാഹുവിനോട് തുറന്നു പറയാണ്, ആ മനുഷ്യരോട് എല്ലാവരോടും ഒരാളോടും എൻ്റെ മനസ്സിൽ പകയുള്ളവനാക്കി എന്നെ അവശേഷിപ്പിക്കരുത്, പകയിൽ നിന്ന് എൻ്റെ മനസ്സിനെ വൃത്തിയാക്കണമെന്ന്. സഹോദരങ്ങളെ, നന്നാകണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പണിയേണ്ടുന്ന അല്ലെങ്കിൽ മാറ്റമുണ്ടാക്കേണ്ടുന്ന ഭാഗത്തെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. നോക്കൂ നിങ്ങൾ, ഖുർആനിലെ 26-ാമത്തെ അധ്യായം സൂറ ശുഅറായിലെ 88, 89 വചനങ്ങൾ, ചെറിയ 2 വചനങ്ങളാണ്. ആ വചനത്തിലൂടെ അള്ളാഹു കൃത്യമായൊരു ആശയം പഠിപ്പിക്കുകയാണ്. യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ, അന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ സമ്പത്തും അതേപോലെ തന്നെ സന്താനങ്ങളും ഉപകരിക്കുകയില്ല. പരലോകത്ത് നമുക്ക് നമ്മുടെ സമ്പത്തും സമ്പാദ്യവും മക്കളും ഉപകരിക്കുകയില്ല. ഇല്ലാമൻ അത്തല്ലാഹ ബി കൽബിൻ സലീം, വിശുദ്ധമായ ഹൃദയവുമായി, കുറ്റമറ്റ ഹൃദയവുമായി, മാലിന്യമില്ലാത്ത ഹൃദയവുമായി അള്ളാഹുവിലേക്ക് ചെന്നവർക്കല്ലാതെ മക്കളും സമ്പത്തും ഉപകരിക്കുകയില്ല. നമ്മൾ നമ്മുടെ സമ്പത്ത് കൊണ്ട് എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. നമ്മുടെ മക്കളെ ഏതെല്ലാം നല്ല കാര്യങ്ങളിലേക്ക് നമ്മൾ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുന്നു. ഈ സംഗതി ഒന്നും പരലോകത്ത് ഉപകാരം വരില്ല നിങ്ങളുടെ മനസ്സ് നന്നായില്ലെങ്കിൽ. അപ്പോൾ പോയില്ലേ കാര്യം? വളരെ ഗൗരവത്തിൽ അള്ളാഹു പറയുന്നൊരു ആശയമാണ് ഈ പറയുന്നത്. നമ്മൾ ചെടികളുടെ തലക്കലല്ലല്ലോ വളം വയ്ക്കേണ്ടത്, കടക്കലല്ലേ വളം വയ്ക്കുക. അങ്ങനെയാണല്ലോ കാരണവന്മാർ പറയല്ലേ. എങ്കിൽ നന്നാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ആദ്യ നിമിഷം നമ്മുടെ എല്ലാവരുടെയും നന്മയുടെയും തിന്മയുടെയും തുടക്കം നമ്മുടെ ഹൃദയമാണ്. അതുകൊണ്ട് അവിടെ നന്നാക്കാൻ ആദ്യം ശ്രമിക്കുക എന്നതാണ്. ആ ശ്രമം മാത്രം ഞാൻ നടത്തുന്നില്ല, മാലോകര നന്നാക്കാനുള്ള എല്ലാ പണികളിലും ഞാൻ വ്യാപൃതനാണ്. ലോകത്തെ നന്നാക്കുക എന്നതാണ് എൻ്റെ അജണ്ട. അതിനുവേണ്ടി ഞാൻ എത്രമാത്രം പ്രയത്നിക്കുന്നു. പക്ഷെ അതുകൊണ്ടൊന്നൊരു കാര്യമില്ല എന്നുള്ളതാണ്. ആദ്യം നിങ്ങൾ ഈ പ്രഭവസ്ഥാനത്തെ നന്നാക്കേണ്ടതുണ്ട് എന്നതാണ്. നോക്കൂ നിങ്ങൾ, ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അബൂ ഉമാമയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ് അള്ളാഹുവിൻ്റെ റസൂല് പറയാം, മൻ അഹബ്ബലില്ല, ആരാണോ അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടുന്നവൻ, വ അഅ്താലില്ല, ആരാണോ അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്കുന്നവൻ, വ മനഅലില്ല, ആരാണോ പടച്ചവന് വേണ്ടി തടയുന്നവൻ, ഫഖദ് ഇസ്തക്മലൽ ഈമാൻ, അവൻ ഈമാനിൻ്റെ പൂർണ്ണത പ്രാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. നമ്മുടെ ഇഷ്ടം നമ്മുടെ സ്വകാര്യമായ പല താല്പര്യങ്ങളുടെയും പേരിലാണ്.
നമ്മൾ കൊടുക്കുന്നതും അതേപോലെ തന്നെയാണ്. നമ്മളോട് വിരിശമുള്ളവരോട്, നമ്മളെ കാണുമ്പോൾ ഓച്ചാനിച്ച് നിൽക്കുന്നവരോട്, നമ്മുടെ പത്രാസൊക്കെ അംഗീകരിക്കുന്നവരോടൊക്കെ നമുക്ക് കൊടുക്കും. അവിടെ അള്ളാഹുടെ പ്രീതി നമ്മൾ നോക്കലില്ല. അതേപോലെ തന്നെ നമ്മൾ തടയുന്നതും അങ്ങനെ തന്നെയാണ്. നമുക്ക് വെറുപ്പുള്ളതൊക്കെ നമ്മൾ തടയും. അവിടെ പടച്ചവന്റെ ഇഷ്ടം നമ്മൾ നോക്കലില്ല. എങ്കിൽ ഇത് മൂന്നും നിങ്ങൾ ഈ 3 ഘട്ടങ്ങളിലും അള്ളാഹുവിൻ്റെ തൃപ്തിയെ നിങ്ങൾ പരിഗണിക്കണമെന്നാണ് പറയുന്നത്. അപ്പോഴാണ് നിങ്ങളുടെ വിശ്വാസം അതിൻ്റെ പൂർണ്ണത പ്രാപിക്കുക. നോക്കൂ, നിങ്ങൾ മനുഷ്യന്റെ മനസ്സ് നന്നാകാൻ ഏറ്റവും തടസ്സമായി നിൽക്കുന്നത് അവനിലെ ആർത്തിയാണ് എന്ന് പറയാണ്. എത്ര കിട്ടിയാലും മതിവരാത്തവരായി മനുഷ്യർ മാറിക്കൊണ്ടിരിക്കുകയാണ്. 2 തലമുറയ്ക്കും 3 തലമുറയ്ക്കുമൊക്കെയും ആവശ്യമായത് സമ്പാദിച്ചു കഴിഞ്ഞാലും ആ ഒരു ധര വിട്ടുപോകുന്നില്ല. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര മനോഹരമായിട്ടാണ് പറയുന്നത്. ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ മനുഷ്യന്റെ ആ സ്വഭാവത്തെ പ്രവാചകൻ വിശദീകരിക്കുകയാണ്. ലൗകാന ലി ഇബ്നു ആദം വാദിയാനി മിനൽ ദഹബ്, 2 സ്വർണത്തിന്റെ താഴ്വരയുള്ള ഒരു മനുഷ്യൻ, ലയബ്തഗി ലഹുമാ സാലിസ, അയാൾ 3ാമത് ഒന്നുകൂടി ആഗ്രഹിക്കുകയാണ്. 2 തന്നെ അയാൾക്ക് ഉപകരിക്കാൻ പറ്റില്ല, ഒന്നുപോലും ഉപകരിക്കാൻ പറ്റില്ല, ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷെ എന്നിട്ടും അയാൾ 3ാമത് ഒന്നുകൂടി ആഗ്രഹിക്കുന്നു. എന്നിട്ട് പ്രവാചകൻ പറയാം, വലാ യംലഉ ജൗഫ് ഇബ്നു ആദം ഇല്ല തുറാബ്, ആദമിന്റെ പുത്രന്റെ മനുഷ്യന്റെ ഉള്ളു നിറയണമെങ്കിൽ മണ്ണ് ചെല്ലണമെന്നും, മണ്ണ് കൊണ്ടല്ലാതെ ഉള്ളു നിറയുകയില്ല. വയത്തൂബല്ലാഹു അലാ മൻ താബ, ആരാണ് പശ്ചാത്തപിച്ചു മടങ്ങിയത് അവരുടെ പശ്ചാത്താപം അല്ലാഹു സ്വീകരിക്കും. അതൊരു വലിയ തെറ്റായി കൊണ്ട് പറയാണ്. എത്ര കിട്ടിയാലും മതിവരാത്തത്രയും നമ്മുടെ മനസ്സ് ആർത്തിപ്പണ്ടാരങ്ങളായി നമ്മൾ മാറുക, അത് നമ്മുടെ മനസ്സിനെ മലീമസമാക്കുന്ന ഒരു വലിയ ദുരന്തമാണ് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുക. മനുഷ്യന്റെ സ്വഭാവത്തെ പറ്റി പ്രവാചകൻ പറഞ്ഞു, യഹ്റമ ഇബ്നു ആദം വയശുബ്ബു മഅഹു ഇസ്നത്താൻ, മനുഷ്യന് വാർദ്ധക്യത്തിലേക്ക് എത്തുന്തോറും 2 കാര്യങ്ങളിൽ അവനിലെ യുവത്വത്തിന്റെ ദശ പിന്നിടുകയില്ല. ഏതാണ് ആ 2 കാര്യങ്ങൾ? അൽ അമലു വൽ ഹുബ്ബുൽ മാൽ, വ്യാമോഹങ്ങൾ, പ്രതീക്ഷകൾ, ആഗ്രഹങ്ങൾ, അതിന് ഒരു കുറവുണ്ടാവില്ല. അതേപോലെ തന്നെ ഹുബ്ബുൽ മാൽ, ഏതു വിധത്തിലും പണം സമ്പാദിക്കണമെന്നുള്ള ആ ആഗ്രഹത്തിനും ഒരു കുറവുണ്ടാവില്ല എന്ന് പറയാം. നമുക്കെല്ലാവർക്കും സുപരിചിതമാണ് ഖുർആനിലെ 102-ാമത്തെ അധ്യായം. തക്കാസുർ, പെരുമ നടിക്കൽ, പെരുപ്പം കാണിക്കൽ, ഇല്ലാത്ത ഒന്നിനെ സംബന്ധിച്ച് ഉള്ളതായി ഭാവിച്ചുകൊണ്ട് അതിൻ്റെ പേരിൽ ഇങ്ങനെ പൊങ്ങച്ചം നടിക്കുന്ന ആ പൊങ്ങച്ചക്കാരികളെ സംബന്ധിച്ച്, അത്തരം മനുഷ്യരെ സംബന്ധിച്ച് അല്ലാഹു പറയാം, അൽഹാക്കുമുത്തക്കാസുർ, പെരുമ നടിക്കൽ മനുഷ്യനെ അശ്രദ്ധമാക്കിയിരിക്കുന്നു. അൽഹ യുൽഹി എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ലക്ഷ്യത്തിൽ നമ്മുടെ ശ്രദ്ധയെ തെറ്റിക്കുക എന്നുള്ളതാണ്. ശ്രദ്ധ തെറ്റിച്ചു കളഞ്ഞിരിക്കുന്നു. എന്താ ലക്ഷ്യം? ലക്ഷ്യം സ്വർഗമാണ്. ആ സ്വർഗത്തിലേക്ക് പോകാനുള്ള പ്രവർത്തനങ്ങൾ ഭൂമിയിൽ ചെയ്യാൻ വേണ്ടി വന്നവരാണ് നമ്മൾ. എന്നിട്ട് നമ്മളത് മറന്നുപോയി. നമ്മൾ ഈ നിസ്സാരമായി ഒരിക്കലും ഉപകരിക്കുകയില്ല എന്ന് പറയുന്ന കാര്യങ്ങളിൽ നമ്മൾ നമ്മുടെ ശ്രദ്ധ മുഴുവൻ കേന്ദ്രീകരിക്കുകയാണ്. അത്തരമൊരു ദുസ്വഭാവത്തെയാണ് ആ വചനത്തിലൂടെ അള്ളാഹു പൊളിച്ചെടുക്കുന്നത്. എന്നിട്ട് അള്ളാഹ് പറയുന്ന വാക്കുണ്ട്, ഹത്താ സുർത്തുമുൽ മഖാബിർ, നിങ്ങൾ നിങ്ങളുടെ ഖബറിടം സന്ദർശിക്കണവരെ ആ ദുസ്വഭാവം നിങ്ങൾ ഉണ്ടാവുന്ന പറയുന്നത്. ഈ ആയത്തിനെ വ്യാഖ്യാനിച്ച ഇമാം തൊബരി, പൂർവികരായ ആളുകൾ അവരുടെ മക്കളുടെ പേരിൽ ഗർവ് അടിക്കാൻ തുടങ്ങി, പണത്തിന്റെ പേരിൽ ഗർവ് നടിക്കാൻ തുടങ്ങി. ആ ഗർവ് അവരവിടെ കൊണ്ടെത്തിച്ചു. മരിച്ചുപോയ അവരുടെ പൂർവികരുടെ പേരിൽ പോലും അവർ ആഭിജാത്യം നടിക്കാൻ തുടങ്ങി. മരിച്ചുപോയ വല്യപ്പാടെ പേരിൽ, വല്യാപ്പാടെ പേരിലൊക്കെ ആളുകൾ ഇങ്ങനെ ഭൂമിയിൽ ആഭിജാത്യം, ഗർവ് നടിക്കാൻ തുടങ്ങിയപ്പോഴാണ് അള്ളാഹു ഈ വചനം അവതരിച്ചത് എന്നുള്ളതാണ്. സഹോദരങ്ങളെ, വിസ്മരിച്ചു പോകാൻ പാടില്ലാത്തത് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച, ജീവിത ലക്ഷ്യത്തെ സംബന്ധിച്ച, അതാണ് നമുക്കിവിടെ കൈമോശം വന്നു പോകുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത് 3 കാര്യങ്ങളാണ്. നമ്മുടെ ഹൃദയം എത്ര കണ്ട് വൃത്തിയുള്ളതാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. ഞാനും നിങ്ങളും നന്നാകണമെങ്കിൽ
ആദ്യം തീരുമാനിക്കേണ്ടത് അവനവൻ്റെ മനസ്സ് നന്നായിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്താൻ സാധിക്കുക എന്നതാണ്. നമ്മുടെ രഹസ്യവും പരസ്യവും എത്ര കണ്ട് സംശുദ്ധമാണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും ഉറപ്പ് വരുത്താൻ സാധിക്കണം. അതേപോലെ തന്നെ ഒരാളോടും ഒരു പകയും വിദ്വേഷവും എൻ്റെ മനസ്സിൽ ഞാൻ കൊണ്ടു നടക്കുന്നില്ല എന്നും പറയാൻ, അങ്ങനെ ബോധ്യപ്പെടുത്താൻ, സമാശ്വസിക്കാൻ നമുക്ക് സാധിക്കണം. എങ്കിലേ നമ്മൾ എന്ന് പറയുന്ന വ്യക്തി നന്നാവാൻ തുടങ്ങുന്നുള്ളൂ. ആ ഒരു യാഥാർത്ഥ്യത്തെ പരമാവധി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ വിമലീകരിക്കാൻ ഞാനും നിങ്ങളും ശ്രമിക്കുക. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലി ജമീഇൽ മുസ്ലിമീന അസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.